സാറേ, ഇറാന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും അടി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയിൽ ഇറാനും പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഈ എല്ലാ രീതിയിലുള്ള യുദ്ധങ്ങളും ഇറാൻ പരീക്ഷിക്കുന്നുണ്ട്. ഇനി കരയിലേക്ക് ഇറങ്ങി ഒരു കരയുദ്ധത്തിന് സാധ്യതയുണ്ടോ? കരയുദ്ധം തുടങ്ങുന്നതാണ് ഇറാന്റെ ലക്ഷ്യം. അപ്പോൾ കരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് ആൾക്കാരെ, അമേരിക്കക്കാരെ വെടിവെച്ച് കൊല്ലാൻ എളുപ്പമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും ഒക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. അതാണ് അവരുടെ ഒരു പ്രതീക്ഷ. താഴേക്ക് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കുറേ പേരെ കൊല്ലാം എന്നുള്ളതാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് മറ്റ് പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ഉണ്ടായ അനുഭവത്തെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാനിൽ പോയി യുദ്ധമൊക്കെ ജയിച്ചു, മോളിൽ നിന്നും ആകാശത്തു നിന്ന് യുദ്ധം ചെയ്ത് അവർ വിജയിച്ചായിരുന്നു. ഇറാഖിലും ആകാശത്തു നിന്ന് യുദ്ധം ചെയ്ത് വിജയിച്ചായിരുന്നു. പക്ഷെ നിലത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ടെററിസ്റ്റ് തന്നെ, ഒളിപ്പോരാളികളൊക്കെ വീണ്ടും തിരിച്ചു പിടിച്ചു. അത് തന്നെയല്ല, അമേരിക്കക്കാർ കുറെ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇറാൻ ആഗ്രഹമുണ്ട് കുറെ അമേരിക്കക്കാരെ എങ്ങനെയെങ്കിലും കൊല്ലണം. ഒന്നും വേറൊരു കാര്യം നടന്നില്ലെങ്കിലും കുറെ പേരെ അവരെ കൊല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അവർ പറയുന്നത് ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നൊക്കെയാണല്ലോ. അപ്പോൾ 1979 തന്നെ ആയത്തുള്ള കമ്മ്യൂണി പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ ഡെത്ത് ടു അമേരിക്ക എന്നൊക്കെ ഉള്ളത്, ഡെത്ത് ടു ഇസ്രായേൽ. അപ്പോൾ ഇവിടെ കരയിലേക്ക് ഒന്ന് ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തട്ടിക്കളയാൻ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു രീതി അവർക്കുണ്ട്. കാരണം ഇപ്പോൾ ആകാശത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ആകാശത്ത് അമേരിക്കയായിട്ട് ഇസ്രായേലായിട്ടൊന്നും അടിച്ചു നിൽക്കാൻ ഒരു രക്ഷയില്ല. അത് തന്നെയല്ല, പ്രാക്ടിക്കലി നോ എയർഫോഴ്സ് പോലെയാണ് ഇറാന്റെ കണ്ടീഷൻ. പിന്നെ കടലിലാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കരയിലേക്കൊന്ന് ഇറങ്ങി വരൂ എന്നുള്ളതാണ് ഇറാന്റെ ആഗ്രഹം. അപ്പോൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കരയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ്, അമേരിക്ക അങ്ങോട്ട് പോകരുതെന്നാണ് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഈ ഭരണാധികാരികളൊക്കെ ഒന്ന് മാറ്റി തൂത്തറിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു സിസ്റ്റം കൊണ്ടുവരണം എന്നുണ്ട്. അപ്പം അത് എയർഫോഴ്സിനെ ഉപയോഗിച്ച് മാത്രം നടക്കുമല്ലോ. അപ്പം എന്തായി കഴിഞ്ഞാലും ഒരു കരയുദ്ധം ഇന്നെവിറ്റബിൾ, ഇൻഡിസ്പെൻസിബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷെ അമേരിക്ക നേരിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഞങ്ങളെ കൊന്നോന്നും പറഞ്ഞ് ഇറാന്റെ മുമ്പിൽ നിൽക്കില്ല. കാരണം ഈ ആർമി അവിടെ ഇറങ്ങി നിലത്തേക്ക് ബൂട്ട്സ് ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയുമല്ലോ, നിലത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും വീട്ടിലിരിക്കുന്നവനോ ഗുഹയ്ക്കകത്തിരിക്കുന്നവനോ മലയുടെ മുകളിലിരിക്കുന്നവനോ അവിടുന്ന് ഫയർ ചെയ്യാമല്ലോ. അപ്പൊ കൊല്ലാൻ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ ആർമി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങില്ല. അപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലാണ്. അവര് ഇപ്പോൾ ഓൾറെഡി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കരയുദ്ധത്തിന് വേണ്ടിയിട്ട്. അത് KDPI എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ആയിട്ടാണ്. KDPI എന്ന് പറഞ്ഞാൽ കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. KDPI, കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാൻ. അവരുമായിട്ടാണ് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരവിടെ കുറവെന്നല്ലേ സാർ പറയുന്നത്? ഇവരുടെ ഒരു ശതമാനം അവിടെ ഇവിടെ ഈ ഇറാനിൽ മാത്രം നോക്കിയാൽ കുറവാണ്, അബൌട്ട് 10% ഉള്ളൂ. പക്ഷേ അവര് ആഗോളതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലുണ്ട് അവര്. ഇറാനിൽ മാത്രമല്ല, ഇറാനുണ്ട്, ഇറാഖുണ്ട്, ടർക്കി ഉണ്ട്, സിറിയ ഉണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളിലുണ്ട് അവര്. അപ്പോൾ അവരുടെ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40 മില്യൺ. അപ്പൊ 4 കോടിയോളം ഉണ്ട് അവര്. ഇറാനിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ 10% ഒക്കെ കാണുള്ളൂ. പക്ഷെ ഇവരെ സഹായിക്കാൻ ഇവരെപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് സ്വന്തമായിട്ടൊരു നാടില്ല. ഈ പല രാജ്യങ്ങളിൽ ചിതറിക്കിടക്കാണ്. അവരാണെങ്കിൽ അമേരിക്കയുടെ വലിയ ആരാധകരാണ്. അതേസമയം ഈ പറയുന്ന കുർദുകൾ അതേപോലെ അവർക്ക് സ്വന്തമായിട്ടൊരു കുർദിസ്ഥാൻ, ഈ കുർദുകൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്വന്തമായിട്ട് ഒരു രാജ്യം വേണം എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. അതിനു വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യാൻ തയ്യാറാണ്, എന്ത് ത്യാഗത്തിനും തയ്യാറാണ്, എന്ത് ഫൈറ്റിങ്ങിനും തയ്യാറാണ്. ഇതൊക്കെ പിന്നെ അവർക്ക് ഈ അമേരിക്കയോടുള്ള ആരാധനയുണ്ട്. ഇസ്രായേലിനോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. അവിടുത്തെ ഡെമോക്രസിയും അവിടുത്തെ എല്ലാ തരത്തിലുള്ള ഫ്രീഡം ഉണ്ടല്ലോ. അപ്പം അതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. മാത്രമല്ല ഈ IRGC എന്ന് പറഞ്ഞ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് ഭയങ്കര ദേഷ്യമാണ്. ആയത്തുള്ളമാരോടും ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് എനി ടൈം ഒരു ഫൈറ്റിങ്ങിന് അവർക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇറാനിലുള്ള ഈ കുർദുകളുടെ പല നേതാക്കളെയും, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ KDPI എന്ന് പറഞ്ഞല്ലോ, കുർദിഷ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇറാൻ, അവിടുത്തെ ആൾക്കാരൊക്കെ പലരെയും അവിടെ നിന്ന് നാട് കടത്തി അവരൊക്കെ ഇറാഖിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടിക്കഴിഞ്ഞിട്ട് ഇറാനിലെ കരയുദ്ധം അവരെ ഏറ്റെടുക്കാം എന്നുള്ള ഒരു ധാരണ അമേരിക്കയുമായിട്ട് പതുക്കെ വന്നുകൊണ്ട് ഉരുത്തിരിഞ്ഞ് എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതി. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ റെഡിയാണ്. അപ്പം അത് അമേരിക്ക
അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമേരിക്കയ്ക്കും താല്പര്യമാണ്. സാധാരണ അമേരിക്കൻ പ്രസിഡൻസിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഇന്റൻസിറ്റിയിലുള്ള ആഗ്രഹമായിരിക്കും ട്രംപിന് ഇവരെ സഹായിക്കാനും ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇപ്പൊ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇറാൻ ബോർഡറിൽ ഭയങ്കരമായിട്ട് ബോംബിങ് നടത്തി അവിടെയൊക്കെ ആകെ ആൾക്കാരെയൊക്കെ ചതറി ആകെ ഒരു ഡിസോർഡർലി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തക്കത്തിന് അവിടെ നിന്നും ഇറാഖിൽ നിന്നും കുറേ കുർദുകൾ ഇങ്ങോട്ട് കയറും. പിന്നെ ഇറാനിലുള്ള കുർദുകളുണ്ട്. അവിടെ ഒരു കരയുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യം ഇടുന്ന രീതി. അമേരിക്കൻ ആർമി നേരിട്ട് ഇറങ്ങാൻ സാധ്യതയില്ല, ഇവർ ചെയ്യും. അപ്പോൾ അമേരിക്ക വിൽ പ്രൊവൈഡ് ദി എയർ കവർ. മോളിൽ നിന്നും ഇവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇറാൻ്റെ ആർമി ആൾക്കാരോ ഗ്രൂപ്പോ വന്നു കഴിയുമ്പോൾ അവരെ തീർത്തും ആകാശത്തിന് തീർത്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ടും കഴിയും. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പോയി ഏതെങ്കിലുമൊക്കെ ഏരിയാസ് അവിടെ ശരിക്കും ഇറാൻ ഗവൺമെന്റിനെതിരെ ഭയങ്കര വിപ്ലവം പോലെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, കുറെ പേര് അത് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകളുള്ള സ്ഥലത്ത് ഒരു ബഫർ സോൺ ഉണ്ടാക്കും. അങ്ങനെ ഈ സമരം ചെയ്യുന്ന ബഹളം കൂട്ടുന്ന ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് അവരുടെ ഈ കുർദുകളുടെ ഈ പറയുന്ന ആൾക്കാരെ എല്ലാം കൂട്ടി അവിടെ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് കൊടുക്കാവുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ബഫർ സോൺസ് ഉണ്ടാക്കും. അപ്പോൾ നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമരം ചെയ്താൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലലാണ്, വേറെ നോട്ടമൊന്നുമില്ല. അവർ സമരം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിനെതിരായിട്ടുള്ള സമരമായിട്ടാണ് ഇറാൻ വ്യാഖ്യാനിച്ചിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു തടസ്സം സൃഷ്ടിക്കണമെങ്കിൽ ഇവർ ചെന്ന് കഴിഞ്ഞാൽ സാധിക്കും. ഇവർക്ക് വേണ്ട കവർ, എയറിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ അമേരിക്ക പ്രൊവൈഡ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ ഈ കുർദുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര പ്രോ വെസ്റ്റേൺ ആൾക്കാർ, വെസ്റ്റേൺ രാജ്യങ്ങളോടാണ് അവർക്ക് താല്പര്യം. പിന്നെ അവരുടെ ഫൈറ്റേഴ്സ് അറിയപ്പെടുന്നത് പെഷ്മേർഗ എന്നാണ്. പെഷ്മേർഗ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ദോസ് ഹു ഫേസ് ഡെത്ത് എന്നാണ്. പെഷ്മേർഗ എന്ന് പറഞ്ഞാൽ പെഷ്മേർഗ ഫൈറ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അവരെ നമ്മൾ പറയുന്നത് അവരുടെ ഇതാണ് ദോസ് ഹു ഫേസ് ഡെത്ത്. അവർ ഈ മരണത്തെ മുഖാമുഖം കാണുന്നവരെന്നുള്ളതാണ് അവരുടെ സംഘടനയുടെ പേരിൻ്റെ പെഷ്മേർഗ എന്നുള്ളതിൻ്റെ അർത്ഥം. സാർ, ഈ ആളുകൾക്കുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇപ്പൊ കുർദികളും കൂടി ഇറങ്ങി കരമാർഗമൊക്കെ ആകുമ്പോൾ യുദ്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പല രാജ്യങ്ങളെയും ഇത് ബാധിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ അടക്കം ഇത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഹോർമൂസ് കടലെടുക്ക്, ചാബഹാർ തുറമുഖമൊക്കെ. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് യുദ്ധം ഇപ്പൊ 4 ആഴ്ചയെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ട്രംപ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നെതന്യാഹു ആണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം, ശരി ഇത്ര നാള് നീണ്ടു നിൽക്കും. യുദ്ധത്തിന്റെ ഒരു സമയപരിധി ഇല്ല എങ്കിൽ പോലും ചോദിക്കുകയാണ് ഇത് എത്ര നാള് നീണ്ടു നിൽക്കാനുള്ള സാധ്യത. ഈ ഭരണകൂടം മാറുന്നത് വരെ ഇതിൽ നിന്ന് പിന്മാറ്റമില്ല എന്നാണ് അമേരിക്ക പറയുന്നത്. അതായത് ഇപ്പൊ മൊസ്തബ എന്ന് പറയുന്ന ആളെ, ഈ ഖമനയുടെ മകൻ മൊസ്തബ ഖമനയാണ് ഇപ്പൊ പുതിയതായിട്ട് അവരുടെ നേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ പറ്റി ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈസ് ലൈറ്റ് വെയിറ്റ് എന്നാണ്, അങ്ങനെ വലിയ കാര്യം നോക്കാനുള്ള ആളല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയല്ല അവർ പറഞ്ഞിട്ടുണ്ട്, ഹി വോണ്ട് ലാസ്റ്റ് ലോങ്, അധികം ദിവസമൊന്നും അവിടെ ഞങ്ങൾ ഇരുത്തൂല എന്ന് പറഞ്ഞാൽ അതെ ഡാഡിയുടെ പിന്നാലെ പൊന്നാര മോനെ ഞങ്ങൾ പറഞ്ഞയക്കും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ആർമിക്ക് ഇങ്ങനെ ഈ അവിടുത്തെ ജനങ്ങളെ സമരം നടത്തുന്നവരെയൊന്നും ആക്രമിക്കാൻ താല്പര്യമില്ല. ഈ ആക്രമണം മുഴുവനും നടത്തുന്നത് ആർമിയല്ല, ശരിക്കുള്ള ആർമിയല്ല, ബോർഡർ കാക്കുന്ന ആർമിയല്ല. അവിടെ IRGC എന്ന് പറഞ്ഞ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടല്ലോ, അവർ ഈ ഗവൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഗ്രൂപ്പാണ്. അവരാണ് പോയി ഈ അക്രമങ്ങളൊക്കെ കാണിക്കുന്നത്. അക്രമങ്ങൾ കാണിച്ചാൽ പോലും ജനങ്ങൾ മൊത്തത്തിൽ തെരുവിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുത്തെ ശരിക്കുള്ള റെഗുലർ ആർമി അധികം ആക്രമണങ്ങൾക്ക് പോകില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആൾക്കാർ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു ആളുണ്ടായിരുന്നല്ലോ അവിടുത്തെ ഹിസ് ഇംപീരിയൽ മജസ്റ്റി മുഹമ്മദ് ഷാ റീസ പഹ്ലവി എന്ന് പറഞ്ഞ പഴയ രാജാവ്, അദ്ദേഹത്തിന്റെ മകൻ റീസ പഹ്ലവി ഇപ്പോൾ ഉണ്ട്. അദ്ദേഹത്തെ പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇവിടെ നമുക്ക് പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതാണ് വേറൊരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഈ പെഷ്മർഗ എന്ന് പറയുന്ന ആൾക്കാർ വെൽ ട്രെയിൻഡ് ആണ്, അതേപോലെ വെൽ എക്വിപ്ഡ് ആണ്, ഇഷ്ടംപോലെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഈ പെഷ്മർഗ ആർമിയെ നിലത്ത് നിന്നും ആകാശത്ത് നിന്ന് US എയർഫോഴ്സും ഇസ്രായേലിൻ്റെ എയർഫോഴ്സും കൂടി കൂടുമ്പോൾ ആകാശത്തുനിന്നും നിലത്തുനിന്നും നല്ല ശക്തി പ്രാപിക്കാനായിട്ട് കഴിയും. പിന്നെ ഇവർക്ക് പെഷ്മർഗാസിന് ഫൈറ്റ് ചെയ്തിട്ട് മരിക്കുന്നതിൽ സങ്കടമില്ല. കാരണം എന്താ വെച്ചാൽ അവർക്കൊരു രാജ്യം വേണം, ഇറ്റ് ഇസ് ദെയർ വാർ എന്നുള്ള രീതിയിൽ അവർ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ
നിലത്തുനിന്ന് അല്ലെങ്കിൽ കരയുദ്ധം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവർ സാഹചര്യം ഒരുക്കുകയാണ്. നേരത്തെ പറഞ്ഞ അമേരിക്ക നേരിട്ടിറങ്ങിയാൽ കൊല്ലാനാണ് അവർ കാത്തിരിക്കുന്നത്. പക്ഷെ ആ രീതിയിലായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓൾറെഡി ചർച്ച നടക്കുമ്പോഴായിട്ടാണ് പറയുന്നത്. അത് ഒഫീഷ്യലി അവർ ഇതൊന്നും പറയുന്നില്ല. പക്ഷെ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ.